തൃശൂർ അതിരൂപത ജോൺ പോൾ പ്രോലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ അബോർഷനിലൂടെ ഉദരങ്ങളിൽ വെച്ച് ജീവൻ വെടിഞ്ഞ ശിശുക്കൾക്ക് വേണ്ടിയും ഭ്രൂണഹത്യ എന്ന തിന്മ പ്രവർത്തിച്ചവരുടെയും അതിന് കൂട്ടുനിന്നവരുടെയും മാനസാന്തരത്തിനു വേണ്ടിയും ഒരു പാപപരിഹാര ബലിയർപ്പണം പ്രാർത്ഥനയും നടന്നു. തൃശൂർ വ്യാകുലമാതാവിൻ ബസലിക്ക ദേവാലയത്തിൽ വെച്ച് ഡയറക്ടർ റവറൽ ഫാദർ ഡെന്നി താണിക്കൽ ദിവ്യബലി അർപ്പിച്ചു. പുത്തൻപള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് അജാത ശിശുക്കളുടെ സ്മാരകത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തു. പ്രോലൈഫ് സമിതി പ്രസിഡന്റ് ജെയിംസ് ആഴ്ചങ്ങാടൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിശ്വാസികൾ അത് ഏറ്റുചൊല്ലുകയുണ്ടായി. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരണത്തിലേക്ക് കടന്നുപോയ ശിശുക്കൾക്കു വേണ്ടിയും ഭ്രൂണഹത്യ എന്ന തിന്മ പ്രവർത്തിച്ചവരുടെയും അതിന് കൂട്ടുനിന്നവരുടെയും മാനസാന്തരത്തിനു വേണ്ടിയും നടന്ന ബലിയർപ്പണത്തിലും പ്രദക്ഷിണത്തിലും പ്രാർത്ഥനയിലും അനേകം പേർ പങ്കെടുക്കുകയുണ്ടായി. റവറൽ ഫാദർ അനീഷ് കൂത്തൂർ, ശ്രീ ജോജു ജോസ്, ശ്രീ പിൻസ് കരക്കാട്ടിൽ, ഇ.സി. ജോർജ് മാസ്റ്റർ, ശ്രീ രാജൻ ആൻ്റണി, ശ്രീമതി ശോഭ ജോൺസൺ, ശ്രീ ബാബു മോസസ്, ശ്രീമതി ഷീബ ബാബു, ശ്രീമതി റോസ്ലി മാത്യു, ഉഷ ടീച്ചർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്ഥാപിക്കപ്പെട്ട ഈ സ്മാരകം നമ്മുടെ സ്വന്തം പാപങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. നമ്മുടെ പാപങ്ങൾക്കും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യുവാനുള്ള ആഹ്വാനവുമായിരിക്കട്ടെ. കർത്താവായ ക്രിസ്തു കുരിശുമരണം വഴി പാപത്തെ മായ്ച്ചു കളയുകയും ശവകുടീരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിക്കുകയും ചെയ്തു. അതിനാൽ നമുക്ക് ഈ ശിശുക്കളെ അവിടത്തേക്ക് സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യാം. ഗർഭഛിദ്രം മൂലം മരണപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗർഭഛിദ്രം മൂലം മരണപ്പെട്ട കുഞ്ഞുങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവന്റെ സുവിശേഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിൻ്റെ മാതൃകയിൽ ഏറ്റവും നിസ്സാരരും ദുർബലരുമായവരുടെ ജീവൻ സംരക്ഷിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗർഭാവസ്ഥയിലായിരിക്കുന്ന എല്ലാ ശിശുക്കളെയും അമ്മമാരെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.